നന്ദിത ഏതോ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്തായി, വല്ലതും നടന്നോ? അത് പിന്നെ ആന്റി, അതിന്റെ ഒരു പാഷനാണ്. ഗീതാന്റി, നന്ദു ഉറപ്പായിട്ട് അവളുടെ ലക്ഷ്യം നേടിയിരിക്കും. അതിനുള്ള പരിശ്രമത്തിലവള് അല്ലേ നന്ദു? ഗീതേ, ഡിന്നർ കഴിക്കാതെ പോവരുത് കേട്ടോ. ഒരിക്കലും ഇല്ല. ഞാനിപ്പോ വരാവേ. അച്ഛാ, എന്തു പറ്റി അച്ഛാ? അച്ഛനെന്താ കൂട്ടത്തിൽ കൂടാതെ ഇങ്ങനെ മാറി നിൽക്കുന്നേ? ഒന്നുമില്ല മോളെ, ഇന്ന് അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തു നിന്ന് പോയതാ ഞാൻ. ഗിരി ഒരിക്കലും നിന്നോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അച്ഛൻ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കാണോ? കൊള്ളാം, ഞാനതൊക്കെ എപ്പോഴേ കളഞ്ഞു. നുണ പറയണ്ട, നിന്റെ മനസ്സ് അച്ഛനറിയാം. ഒന്നും സാരില്ല അച്ഛാ, ചടങ്ങുകളെല്ലാം മുടങ്ങാതെ ഭംഗിയായിട്ട് നടന്നല്ലോ, അതുപോലെ നമുക്ക്. ഗിരി പറഞ്ഞതും പെരുമാറിയതും ഒക്കെ കേട്ട് ആകെ മനപ്രയാസപ്പെട്ടാണ് എന്റെ മോള പൂജയെല്ലാം പൂർത്തിയാക്കിയതെന്ന് അച്ഛനറിയാം. നല്ലൊരു ദിവസമായിട്ട് ഗിരി അങ്ങനെയൊക്കെ നിന്നോട് പ്രതികരിച്ചത് കണ്ടപ്പോ അച്ഛന് വല്ലാത്ത സങ്കടമായി. ഗിരിയെ വെറുതെ കുറ്റപ്പെടുത്തണ്ട. തെറ്റ് നിന്റെ ഭാഗത്ത് തന്നെയാ സുമി. ഒരത്യാവശ്യമായിട്ട് യാത്ര പോകാനിരുന്നയാളുടെ പാസ്പോർട്ട് എടുത്ത് ഒളിപ്പിച്ചു വെക്കാന്ന് പറഞ്ഞ അത് തെറ്റ് തന്നെയാ. ആർക്കായാലും ദേഷ്യം വരില്ലേ പിന്നെ? സുമി ചെയ്തത് തെറ്റ് തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇതൊരു മരണവീടായിരുന്നേനെ. ഇന്നലെ ഈശ്വരനായിട്ടാ ഇവളെ കൊണ്ട് അങ്ങനെ ഒരു പൊട്ടബുദ്ധി തോന്നിച്ചത്. അതിനി കഴിഞ്ഞില്ലേ ചന്ദ്രേട്ടാ? ഗിരി ആപത്തൊന്നും കൂടാതെ വരികയും ചെയ്തു. ഇനി എന്തിനാ വെറുതെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അല്ല, ഗിരി എവിടെ? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. നേരാണല്ലോ, അമ്പലത്തിൽ നിന്ന് വന്ന പിന്നെ ഞാനും ഗിരിയെ കണ്ടിട്ടില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഐ എം സോറി. മാപ്പ് പറയേണ്ടത് സുമിതയല്ല, ഞാനല്ലേ. ഐ എം സോറി സുമിത, റിയലി റിയലി സോറി. താൻ എനിക്ക് വെച്ച് നീട്ടിയത് എന്റെ ജീവനാണ്. അത് തിരിച്ചറിയാതെ എത്ര മോശമായിട്ടാണ് ഞാൻ നിന്നോട് പ്രതികരിച്ചത്. എത്ര മോശപ്പെട്ട പ്രതികരണമാണെങ്കിലും ഗിരി അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. നടന്നതിലൊന്നും എനിക്ക് പരാതിയോ ദേഷ്യമോ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ അത് കുറച്ച് സങ്കടം മാത്രം. അത് പതിയെ മാഞ്ഞു പൊക്കോളൂ. താഴെ എല്ലാവരും ഗിരി അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് വരില്ലേ? ഞാനിപ്പോ വരാട്ടോ. ശരി.
എന്തായി? എന്താവാൻ, ഒക്കെ ഇനി ഗീതയുടെ കയ്യിലാ. ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. അവരെ പൊളിച്ചെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എപ്പ തുടങ്ങണമെന്ന് പറഞ്ഞാ മതി. നല്ല കാര്യങ്ങൾ വച്ച് താമസിപ്പിക്കാൻ പാടില്ലെന്നല്ലേ? തുടങ്ങിക്കും. അത് ഞാൻ അറിഞ്ഞായിരുന്നല്ലോ. സനമോളെ, പിന്നെ എന്തിന്റെ വിശേഷം? എങ്ങനെയുണ്ട് ശ്രീനിഷിന്റെ വീട്ടിലെ ജീവിതമൊക്കെ? കുഴപ്പമൊന്നുമില്ല ആന്റി, അങ്ങനെയൊക്കെ പോന്നു. ആ, നോക്കട്ടെ. നല്ല നെക്ലസ് ആണല്ലോ. നല്ല എടുപ്പുണ്ട്. ഇത് എവിടുന്ന് സനമോളെ വാങ്ങിയത്? അമ്മേ, ഈ മാല എവിടുന്നാ വാങ്ങിയത്? ഓ അതോ, അത് പിന്നെ വളരെ നല്ല സെലക്ഷൻ ആട്ടോ. അത് പറയാതെ വയ്യ. എന്താ ഒരു ഭംഗി. അല്ല, ഇത് ബാംഗ്ലൂരിന്നാണോ വാങ്ങിയത്? അല്ല, അത് സൗപർണിക ജ്വല്ലറിന്ന് വാങ്ങിയതാ. അത് ഇവിടുത്തെ ഒരു ലോക്കൽ ജ്വല്ലറി അല്ലേ? അതെ, അത് ശ്രീയുടെ വീടിനടുത്തുള്ള കൊച്ചു ജ്വല്ലറിയാ. എന്താ ആന്റി? ഇതുപോലുള്ള ബ്രാൻഡഡ് ഡിസൈൻസ് ഒക്കെ അങ്ങനെയുള്ള തട്ടിക്കൂട്ട് ജ്വല്ലറികളിൽ കിട്ടുവോ? ബ്രാൻഡഡ് ജ്വല്ലറിയോ? ഇതോ? ഈശ്വര, ആണോ അമ്മ? അല്ല, അത് അല്ലെന്ന് പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? ഇത് സ്റ്റാർ ചോയ്സ് ബ്രാൻഡിന്റെ എക്സ്ക്ലൂസീവ് ഡിസൈനാ. ഇതൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട വലിയ വലിയ ജ്വല്ലറികളിൽ മാത്രമേ കിട്ടൂ. സംശയമുണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിക്കാലോ. അനുരാധേ, ഒന്നിങ്ങോട്ട് വന്നേ. അതെ, ഇത് സ്റ്റാർ ചോയ്സുകാരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ ആണല്ലോ. അതാർക്കാ അറിയാത്തത്? സുമിതയുടെ അമ്മ ഇത് സ്റ്റാർ ചോയ്സുകാരുടെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയതായിരിക്കും. അല്ലാതെ എങ്ങനെ കിട്ടാനാ? അതിന് സ്റ്റാർ ചോയ്സുകാരുടെ ഷോപ്പൊന്നും കേരളത്തിലില്ലല്ലോ. അത് വാങ്ങാൻ ബാംഗ്ലൂർ വരെയെങ്കിലും പോകണ്ടേ? എന്താ ശ്രീ സംഭവിക്കുന്നേ? അമ്മ അത് എവിടുന്ന വാങ്ങിച്ചേ? എനിക്കറിയില്ല ചേച്ചി. ഞങ്ങൾക്ക് ആർക്കൊന്നും അറിയില്ല. ഇങ്ങനൊരു നെക്ലേസ് അമ്മ വാങ്ങിയത് തന്നെ രാവിലെ വന്നപ്പോഴാണ് അറിയുന്നത്. എന്താ എന്താ എല്ലാരും കൂടി ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒന്നുമില്ലമ്മേ, ദേ ഈ മാലയെ ചൊല്ലി ഉണ്ടായ ഒരു ചെറിയ കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ. ഒരു കൺഫ്യൂഷനും ഈ കാര്യത്തിൽ വേണ്ട. സ്റ്റാർ ചോയ്സുകാരുടെ ഈ ഡിസൈന് 10 ലക്ഷം രൂപ അടുപ്പിച്ച് വില വരും. പിന്നെ ഈ മാല ലോക്കൽ ജ്വല്ലറിന്ന് വാങ്ങാൻ കിട്ടില്ല. അതേതായാലും 100% ഉറപ്പാ. ഗീത ആ പറഞ്ഞത് വളരെ ശരിയാ. ഇതിന്റെ വില ഏകദേശം അത്രയും വരും. എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ സ്റ്റാർ ചോയ്സുകാരുടെ ബാംഗ്ലൂരിലുള്ള ഷോറൂമിൽ പോയാ വാങ്ങിയത്. ഇനി അങ്ങനെ ലോക്കൽ ജ്വല്ലറിന്ന് വാങ്ങിയെന്നുണ്ടെങ്കിൽ ഇന്നലെ വാങ്ങിയതിൽ എന്തോ തട്ടിപ്പുണ്ട്. എന്ത് തട്ടിപ്പ്? നോക്കട്ടെ, ഇപ്പൊ പറയാം. സനിമോളെ, ആ മാലയൊന്നും ഇങ്ങോട്ട് ഊരി തന്നെ. ഊരി തരാനോ? എന്തിന്? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. മോളെ, നീ ആ മാല ഇങ്ങോട്ടൊന്ന് ഊരി തന്നെ. ഇത് ഒറിജിനലാണോ തട്ടിപ്പാണോ എന്ന് ഇപ്പൊ തന്നെ നോക്കാലോ. ആരെങ്കിലും കയ്യിലെടുത്ത് നോക്കിയാ വെയിറ്റിന്റെ വ്യത്യാസം കൊണ്ട് ഇത് സ്വർണ്ണമല്ലെന്ന് അറിഞ്ഞിരിക്കും. പിന്നെ കൊളുത്ത് സ്വർണ്ണമാലയുടേതല്ല, ചെറിയ അക്ഷരത്തിൽ കടയുടെ പേര് എഴുതിയിട്ടുണ്ട്. അയ്യേ, ഇത് കണ്ടോ? ഡാൻസിന്റെ ഓർണമെന്റ്സ് ഒക്കെ പോലെയുണ്ട്. ഇങ്ങി തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ എഴുതിയിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഒന്ന് വായിച്ചേ. സൗപർണിക 1 ഗ്രാം ഗോൾഡ്. അയ്യേ,
അക്ഷയ തൃതീയക്ക് മുക്കുപണ്ടം കൊടുക്കോ? ഛേ, അയ്യേ, എന്തൊരു നാണം കെട്ട പ്രവൃത്തിയായി പോയത്. ഇവരെ കണ്ടാ തോന്നുന്നു ഇങ്ങനെ മോശത്തരം കാണിക്കുന്ന ടീമാണെന്ന്. ഒടുവിൽ സ്വന്തം നിലവാരം നിങ്ങൾ കാണിക്കുക തന്നെ ചെയ്തു. മിഡിൽ ക്ലാസ്സുകാരാണെന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ആളുകളല്ലെന്നും ഞങ്ങൾക്ക് പണ്ടേ അറിയാമായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ചതിയും വഞ്ചനയും കൂടി കൈമുതലായി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. കുടുംബക്കാരായി പോയി. ഇല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത കൂട്ടങ്ങള്. അമ്മയ്ക്ക് വന്നേ, ഇങ്ങ വരാനാ പറഞ്ഞേ. എന്താ ഇതൊക്കെ? എന്താന്ന് അമ്മയൊന്ന് വാ തുറന്ന് പറ. അയ്യടാ, ഇങ്ങനെ നിന്ന് കരഞ്ഞു കാണിച്ചിട്ട് എന്താ കാര്യം? എന്ത് ധൈര്യത്തിലാ നിങ്ങൾ ഈ കുടുംബത്തിനകത്തേക്ക് ഈ മുക്കുപണ്ടവും പിടിച്ചോണ്ട് കയറി വന്നത്? ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? മതിയെ നിർത്താനാ പറഞ്ഞത്. ഇന്ദിര ചെയ്തത് വളരെ മോശപ്പെട്ട പ്രവൃത്തി തന്നെയാ, ഞാൻ സമ്മതിച്ചു. പക്ഷേ അത് സംസാരിക്കേണ്ട അവസരം ഇപ്പോഴല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഈ കുടുംബത്തെ അവഹേളിക്കാനാണ് ഇവരിന്ന് ശ്രമിച്ചത്. അതുകൊണ്ട് അത്രയും പേരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവര് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇതെന്റെ വ്യക്തിപരമായ കാര്യമല്ല, ഈ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. ഒരിക്കലും മാപ്പർഹിക്കുന്ന കാര്യമല്ല ഇവിടെ നടന്നത്. എങ്കിൽ പോലും അമ്മ അത്രയും പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്ത അപരാധത്തിന് മാപ്പ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോവാം. പറ്റിപ്പോയത് മാപ്പർഹിക്കാത്ത അപരാധം തന്നെയാണ്. ഞങ്ങളത് അംഗീകരിക്കുന്നു. എന്റെ ഭാര്യ ചെയ്ത തെറ്റിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ മാപ്പ് പറയാം. അച്ഛാ, അരുത്. അച്ഛൻ മാപ്പ് പറയരുത്. എന്റെ അമ്മ ചെയ്തത് ന്യായീകരിക്കുകയല്ല, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തന്നെയായിരുന്നു. പക്ഷെ പ്രായത്തിൽ മൂത്തവരെ തെറ്റ് ചെയ്താൽ പോലും അവരെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതൊരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് തിരുത്തുന്ന പോലെ ആവില്ലേ? എന്റെ വീട്ടുകാർക്ക് പറ്റിപ്പോയ തെറ്റിന് സനുവിന്റെ അടുത്ത് ഞാൻ മാപ്പ് പറഞ്ഞോളാം. നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും കാലിൽ വീണ് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാ. സനു, വേണ്ട. ആരും ആരോടും മാപ്പ് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മാനത്തിന്റെ വിലയിലല്ലോ, അത് നൽകാൻ കാണിച്ച മനസ്സിന്റെ വിലയല്ലേ നമ്മളെല്ലാരും നോക്കേണ്ടത്. ഇനി മാപ്പ് പറയിച്ചേ പറ്റൂന്നുണ്ടെങ്കിൽ ആവാം, എനിക്ക് ഒരു വിരോധവും ഇല്ല. പക്ഷേ എന്റെ ഭാര്യയുടെ വീട്ടുകാർക്ക് പറ്റിയ ഒരു തെറ്റിന് അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നത് ഞാനായിരിക്കും. മോളെ സനു, ഏട്ടൻ നിന്നോട്. അയ്യോ ഏട്ടാ, എന്നോട് ഏട്ടൻ ഒരിക്കലും മാപ്പ് പറയരുത്. പ്ലീസ് ഡോണ്ട്. അമ്മേ, ഗിരി, ഞങ്ങളെ നീ ഇങ്ങനെ കൊല്ലാതെ കൊല്ലല്ലേ. നിന്റെ കരുതലും സ്നേഹവും അറിഞ്ഞ് ജീവിക്കുന്നവരാ ഞങ്ങള്. ഞങ്ങളോട് നീ ഒരിക്കലും. ഇനി ഗീതാന്റിയോട് മാപ്പ് പറയണമെങ്കിൽ ഞാൻ. അയ്യോ ഗിരിമോനെ, എന്നോട് ക്ഷമിക്കണം.
ചന്ദ്രേട്ടാ, അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട്. വേണ്ട. എന്നോടുള്ള ദേഷ്യത്തിന് അത്താഴപ്പട്ടിണി കിടക്കുന്ന എന്തിനാ ചന്ദ്രേട്ടാ? നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് വേണ്ട. ആകെ നിറഞ്ഞിരിക്കുക. നല്ല പ്രഥമൻ കൂട്ടി സദ്യ കഴിച്ച അവസ്ഥയിലാണ് ഞാൻ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ കടന്നു പോകുന്നുണ്ടോ? ഒരബദ്ധം പറ്റിപ്പോയതാ ചന്ദ്രേട്ടാ, എന്നോട് ക്ഷമിക്ക്. അബദ്ധം? മിണ്ടിപ്പോരുത് നീ. ഇതിനേക്കാൾ വലിയൊരു നാണക്കേട് ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അതും എന്നെ പോലെ സത്യത്തിനും നിലപാടുകൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക്. നീ ഒരിക്കലും ഇങ്ങനെ ഒരു വൃത്തികെട്ട ചുറ്റുപാടിൽ എന്നെ കൊണ്ടുപോയി നിർത്താൻ പാടില്ലായിരുന്നു ഇന്ദിരേ. ഇത്ര നാളും എന്റെ കൂടെ ജീവിച്ചിട്ട് ഈ കള്ളത്തരങ്ങളാണോ നീ പഠിച്ചത്? ഇതൊന്നും എന്റെ ബുദ്ധിയിൽ ഇത് ആശയങ്ങളായിരുന്നില്ല ചന്ദ്രേട്ടാ. പിന്നെ സാനിയെ പറഞ്ഞതുകൊണ്ടാ ഞാനിതൊക്കെ ചെയ്തത്. ഇതെങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും ആരെയൊക്കെ കുറ്റപ്പെടുത്തിയാലും ഇന്ന് എന്റെ മനസ്സിൽ വീണ കരട് എന്റെ മരണം വരെ മാറില്ല ഇന്ദിരേ. എന്നാലും അമ്മയെ കൊണ്ട് ഇത്രയും വലിയൊരു കള്ളത്തരം നീ ചെയ്യിക്കാൻ പാടില്ലായിരുന്നു. ഈ കുടുംബം മുഴുവൻ ഇതിന്റെ പേരിൽ നിന്ന് തല താഴ്ത്തേണ്ടി വന്നില്ലേ? പാവച്ചന് മാപ്പ് പറയേണ്ടി വന്നില്ലേ? മാപ്പ് പറഞ്ഞുന്നോ? ആര്? അതിനു മുമ്പ് നിങ്ങളുടെ ചേച്ചി എന്റെ ഏട്ടന്റെ കളത്തിലിറക്കി അച്ഛനെ സേവ് ചെയ്തല്ലോ. അത് ഗിരിയേട്ടന്റെ വലിയ മനസ്സ്. അപ്പോഴും നിന്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയ തെറ്റ് നീ അംഗീകരിക്കാൻ തയ്യാറല്ല അല്ലേ? എങ്ങനെ ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ തലയിലായോ? ഒക്കെ കാട്ടിക്കൂട്ടിയ നിങ്ങളുടെ അമ്മ മാത്രം പഞ്ചപാവം. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ അമ്മയെ ന്യായീകരിച്ചതല്ല സനു. അമ്മ ചെയ്തത് 100% തെറ്റ് തന്നെയാണ്. പക്ഷേ അമ്മയുടെ മനസ്സിലേക്ക് ആ ഒരു കുരുട്ടുബുദ്ധി ഇഞ്ചക്ട് ചെയ്തത് നീയല്ലേ? ഐഡിയ പറഞ്ഞു കൊടുത്തത് ഞാൻ തന്നെയാ. പക്ഷേ ഞാനത് എന്തിനു ചെയ്തുവെന്ന് ശ്രീ എന്താ ചിന്തിക്കാത്തത്? ഈ കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ഒരു വഴി പറഞ്ഞു കൊടുത്തത്. അല്ലാതെ ലക്ഷങ്ങൾ മുടക്കി ഒരു മാല വാങ്ങാൻ ഇവിടെ എന്ത് കീരവിത്ത ഇരിക്കുന്നത്? സനു, അല്പം കൂടെ മാന്യമായിട്ട് സംസാരിക്കും. ഓ, മാന്യത. നന്ദിതയുടെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച ആഭരണങ്ങൾ വിറ്റ് അക്ഷയതൃതീയയ്ക്ക് എനിക്കൊരു മാല വാങ്ങാൻ അമ്മ പലവട്ടം പറഞ്ഞതല്ലേ? അതിന് നിങ്ങൾ ആരെങ്കിലും സമ്മതിച്ചോ? സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, എല്ലാവരും കൂടി ആ പാവത്തിന്റെ തല ചാടിപ്പറിച്ചു. ഉടനെ ചേച്ചിയെ വിളിക്കുന്നു, അഭിപ്രായം അന്വേഷിക്കുന്നു. എന്തൊക്കെയായിരുന്നു ബഹളം? എന്റെ വീട്ടിലിരുന്ന് ഈ വീടിന്റെ റിമോട്ട് കൺട്രോൾ ഭരണം നടത്തുന്നത് ഇപ്പോഴും ശ്രീയുടെ ചേച്ചിയാണല്ലോ. ഇത്രയും കാലം ഈ വീടിന്റെ ഭാഗമായിരുന്ന ആളാണ് സുമിതേച്ചി. വീട്ടിലൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചേച്ചിയുടെ അഭിപ്രായം ചോദിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.